ഇതൊരു റിജിഡ് റിജിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പലതരത്തിലുള്ള ഫോഴ്സുകൾ നമുക്ക് ആരോട്ട് കൊടുത്തിരിക്കുന്നൊക്കെ ഫോഴ്സ് ആണ്. ഇതൊക്കെ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതെല്ലാം ഫോഴ്സ് ആണ്. അത് പലതരത്തിലുള്ള ഫോഴ്സ് അതിൽ പല ഡയറക്ഷനിൽ പല മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു റിജിഡ് ബോഡിക്കുള്ളിൽ പലതരത്തിലുള്ള ഫോഴ്സ് പലതരത്തില് പല ഡയറക്ഷനിൽ പല മാഗ്നിറ്റ്യൂഡിലാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഈ ഫോഴ്സിനെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ റിസൾട്ടന്റ്. അപ്പൊ ഈ ചെറിയ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന എഫക്ട് എന്താണോ അത്ര തന്നെ നമുക്ക് എന്ന് കിട്ടും. ഈ റിസൾട്ടന്റ് വെക്ടറിൽ നമുക്ക് ആ സെയിം എഫക്ട് തന്നെയായിരിക്കും ഈ റിസൾട്ടന്റ് വെക്ടറിലും കിട്ടാം. റിസൾട്ടന്റ് വെക്ടർ നമ്മൾ R വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് resultant is a single force. അത് ഒറ്റ സിംഗിൾ ഫോഴ്സ് ആണ് that will replace a system of force and produce the same effect on the rigid body that is a system of force. അതായത് ഒരു റിജിഡ് ബോഡിയിൽ പലതരത്തില് പല ടൈപ്പില് പല ഡയറക്ഷനിലും പല മാഗ്നിറ്റ്യൂഡിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എല്ലാത്തിനും റീപ്ലേസ് ചെയ്ത് ഒറ്റ സിംഗിൾ കമ്പൈൻ ചെയ്ത് ഒറ്റ സിംഗിൾ ഫോഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സെയിം എഫക്ട് ഈ സിംഗിൾ ഇതിന് കൊടുക്കുന്ന സെയിം എഫക്ട് തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ടന്റിനും കിട്ടുന്നത്. ഇത് ക്ലിയർ ആണോ? ഇനി അടുത്തത് റിസൾട്ടന്റ്. റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്. ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ദ ഗിവൺ ഫോഴ്സ് ഇൻടു എ നമ്പർ ഓഫ് കമ്പോണന്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ് എഫക്ട്സ് ഓൺ ദ ബോഡി ഈസ് കോൾഡ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. അപ്പൊ ഒരു ഫോഴ്സിനെ ഒറ്റ ഫോഴ്സ് ഇപ്പൊ ഈ ഫിഗറിൽ നമ്മൾ കണ്ട ഈ ഒറ്റ ഫോഴ്സിനെ ഈ റിസൾട്ടന്റ് ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും ഇതുപോലെ ചെറിയ ഫോഴ്സുകളാക്കി മാറ്റാം. അതാണ് നമ്മുടെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ റിസൾട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ എ ഫോഴ്സ് ഈസ് ജനറലി റിസോൾവ്ഡ് അലോങ് എ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും എന്ന് പറയണം. ഇത് ക്ലിയർ ആണോ? ഇത് രണ്ടും റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റ് ആണ് റെസൊല്യൂഷൻ. റിസൾട്ടന്റിനെ ചെറിയ ചെറിയ ഫോഴ്സുകളെ കമ്പൈൻ ചെയ്ത് ഒറ്റ റിസൾട്ടന്റ് ഫോഴ്സ് ആക്കും. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ റിസൾട്ടന്റ് ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്പർ ഓഫ് കമ്പോണന്റുകളായിട്ട് മാറ്റും. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതില് നേരത്തെ പറഞ്ഞായിരുന്നു സൈൻ കൺവേർഷൻ പറഞ്ഞായിരുന്നു. സൈൻ എന്ന് പറയുമ്പോൾ സൈൻ കൺവേർഷൻ എന്ന് പറയുമ്പോൾ അപ്വേർഡ്സ് വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ്സ് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സാധാരണ നമ്മുടെ എക്സ് വൈ ഡയറക്ഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സും ഇത് വൈ ആണെന്നുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് കോർഡിൽ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് കോർഡിന് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ഫോർത്ത് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ സൈൻ കൺവേർഷൻ കൊടുക്കുക. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ക്ലിയർ ആണോ? ഇനി റെസൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പൊ നമുക്കറിയാം ഒന്ന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലായിരിക്കും നമുക്ക് എന്ത് തരാം ഡയറക്ഷനിലായിരിക്കും നമുക്ക് തരാം. എക്സും വൈ ഡയറക്ഷൻ നമുക്ക് തരാം. അത് നമ്മൾ ഇങ്ങനെ എക്സും വൈയും നമ്മൾ കൊടുക്കും. ഇത് എക്സ് ഇത് വൈ ഡയറക്ഷൻ കൊടുക്കും. ഇതല്ലാതെ എക്സും വൈ അല്ലാത്ത ഡയറക്ഷനിൽ വരുന്നതിനാണ് നമ്മൾ ഇൻക്ലൈൻ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഇത് അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇൻക്ലൈൻഡ് ആക്സിസ് ഏത് ആക്സിസിനോടാണോ ആംഗിൾ ഫോം ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ എന്ന് പറയുന്നത് എക്സ് കോസ് തീറ്റ. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ എക്സ് കോസ് തീറ്റ വരും. അത് ഏത് ആംഗിളിലാണോ ഫോം ചെയ്യുന്നത് അതായിരിക്കും എസ് കോസ് തീറ്റ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും വൈ സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ എക്സ് തന്നെ എടുത്തെങ്കിൽ എക്സ് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പോയിരിക്കുന്ന ഈ പോയിന്റിൽ നിന്നും പുറത്തോട്ട് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഈ ഫോഴ്സ് അത് എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ ഇത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എക്സ് ആക്സിസിനായിട്ടാണ് ആംഗിൾ ഫോം ചെയ്തേക്കുന്നത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്ത് വരും എഫ് കോസ് തീറ്റ വരും, ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ എഫ് സൈൻ തീറ്റ വരും. ഇത് ക്ലിയർ ആണോ?
അല്ല, പക്ഷെ മിസ് പറഞ്ഞില്ല ഹൊറിസോണ്ടൽ സൈൻ തീറ്റയാണ്, അത് വെച്ചിട്ട് തന്നെ ചെയ്തത്. സെയിം അത് തന്നെയാണ് കേസ്. ഇത് വരുമ്പോ ഇത് വെർട്ടിക്കൽ കേസ്, ഇത് ഹൊറിസോണ്ടൽ കേസ്. ഹൊറിസോണ്ടൽ വരുമ്പോ എഫ് സൈൻ തീറ്റ വരും, വെർട്ടിക്കൽ വരുമ്പോ എഫ് കോസ് തീറ്റ വരും. അപ്പൊ ഈ തീറ്റ ഫോം ചെയ്യുന്നതനുസരിച്ചായിരിക്കും കോസ് തീറ്റ വരാം. തീറ്റ ഏത് ആംഗിളാണോ ഫോം ചെയ്യുന്നത് ആ ആംഗിളിൽ സൈഡ് ഈ വരുന്ന ഈ സൈഡ് ആയിരിക്കും കോസ് തീറ്റ വരാം. അത് വെർട്ടിക്കൽ വരും, ഇത് ഹൊറിസോണ്ടലും വരും. അങ്ങനെ എടുക്കാം. ചില കേസിൽ ഇത് തിരിച്ചു വരും. ഇപ്പൊ ഡയറക്ഷൻ അല്ല, ഇത് മുകളിലേക്ക് എഫ് കോസ് തീറ്റ ഇത് ഹൊറിസോണ്ടൽ അല്ലേ ഇപ്പൊ ഹൊറിസോണ്ടൽ, ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. ഇത് തന്നെ പിന്നെ ഡയറക്ഷൻ നോക്കിയ ഡയറക്ഷൻ പുറത്തോട്ടാണ്. അപ്പൊ ഇതിന് 3 ഡയറക്ഷനും എക്സും വൈയും ഒക്കെ പുറത്തോട്ടായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ വരിക. ഇനി ഈ ഫിഗർ ഒന്നിക്കാൻ നോക്കിയാൽ ഇതിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്, ഇതും താഴോട്ടാണ്, ഇതും താഴോട്ടാണ്. അപ്പൊ ഈ ഒറ്റ പോയിന്റിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ നമുക്ക് തീറ്റ ഫോം ചെയ്യുന്നത് ഈ സൈഡിലാണ്. ഇതാണ് ഹെറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ കേട്ടോ. അപ്പൊ ഈ ഹെറിസോണ്ടൽ ആണ് ഈ തീറ്റ ഫോം ചെയ്യണം. അപ്പൊ അത് എഫ് കോസ് തീറ്റ വരും. വെർട്ടിക്കൽ വരുമ്പോൾ അത് എഫ് സൈൻ തീറ്റ വരും. നേരത്തെ കൊടുത്ത പോലെ തന്നെ, പക്ഷെ ഡയറക്ഷൻ മാത്രം വ്യത്യാസം വരും. ഡയറക്ഷൻ വരുമ്പോൾ ഇവിടെ സൈൻ എന്തായിട്ട് വരും? താഴേക്ക് ഡയറക്ഷൻ വരുമ്പോൾ നെഗറ്റീവ് വരും, ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് വരും, ഇത് നെഗറ്റീവ് വരും. ഇവിടെ ഡയറക്ഷനൊക്കെ എന്ത് വരും? പോസിറ്റീവ്. സൈൻ വരുന്നതൊക്കെ പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും വരിക. ഈ 2 ഫിഗർ ക്ലിയർ ആണോ? ഹലോ ഹലോ ഈ രണ്ട് ഫിഗർ ക്ലിയർ അല്ലേ ഇപ്പൊ? അതെ, ക്ലിയർ. അപ്പൊ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻക്ലീൻഡ് ലൈനെ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു ഹെറിസോണ്ടലും വെർട്ടിക്കലും നമ്മൾ റിസോൾവ് ചെയ്യും. അതുപോലെ ഓൾജിബ്ര സം ഓഫ് ദ ഹെറിസോണ്ടൽ കമ്പോണന്റ് സിഗ്മ എച്ചും വെർട്ടിക്കൽ കമ്പോണന്റ് സിഗ്മ വി, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. പിന്നെ റിസൾട്ടന്റ് ആർ ഇസ് ദ ഗിവൺ ഫോഴ്സ് വിൽ ബി ഗിവൺ ബൈ ദി ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഹെറിസോണ്ടൽ സിഗ്മയെ നമുക്കറിയാം, ഹെറിസോണ്ടൽ വെർട്ടിക്കൽ സിഗ്മയെ നമുക്ക് കിട്ടും. അത് രണ്ടെങ്കിലും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് കിട്ടും. അതുപോലെ റിസൾട്ടിന് നമുക്കൊരു ആംഗിൾ ഫോം ചെയ്യുന്നത്, ഇംഗ്ലീഷിന്റെ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ ആർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ തന്നിട്ട് ഇംഗ്ലീഡ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ആറ് തന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ കാണുന്നുണ്ടെങ്കിൽ സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച് കൊടുത്താൽ മതി. ഇത്രയും ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു പി പി ടിയിലുള്ള നോക്കിയിട്ട് വരാം. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് കൺഗ്രാൻഡ് കോപ്ലാനർ ഫോഴ്സ് വരുന്നത്. കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. ആ ഡെഫിനേഷൻ ഒന്നുകൂടി എഴുതിയേക്കാണ്. കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് ഫൈൻഡിങ് സിംഗിൾ റിസൾട്ടന്റ് ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് മൾട്ടിപ്പിൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. ഒരു ബോഡിയിൽ മൾട്ടിപ്പിൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ റിസൾട്ടന്റ് ഫോഴ്സ് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിഷൻ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ഫോഴ്സ് ഇൻ ടു കമ്പോണന്റ് അലോങ് ദ ഡിഫറെന്റ് ഡയറക്ഷൻ. അത് നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടിന്റെയും ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് മൾട്ടിപ്പിൾ. അത് തന്നെ. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സിഗ്മ എഫ് ഓഫ് എക്സ്. അത് നമ്മൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സിഗ്മ എഫ് ഓഫ് എക്സ് അത് ഫോഴ്സിന്റെയും മൊമെന്റവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് സിസ്റ്റം ഈസ് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ഓൾ ഫോഴ്സ് ആൻഡ് മൊമെന്റം മസ്റ്റ് ബി 0. അപ്പൊ സിഗ്മ എഫ് ഓഫ് എക്സ് സീക്വൽ 0, സിഗ്മ വൈ ഓഫ് എക്സ് സീക്വൽ 0, അതുപോലെ മൊമെന്റം സിഗ്മ എം സീക്വൽ 0. അപ്പൊ സിഗ്മ എഫ് സീക്വൽ 0 എന്ന് പറയുമ്പോൾ അതിൽ ഹെറിസോണ്ടൽ വരുന്ന എല്ലാ ഫോഴ്സുകളും എന്തായിരിക്കും? സം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 0 ആയിരിക്കും. വെർട്ടിക്കൽ വരുന്ന എല്ലാ ഫോഴ്സുകളും സം ചെയ്ത് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിൽ വരുന്ന മൊമെന്റുകളെ സം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും 0 ആയിരിക്കും. അതാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇത് ക്ലിയർ അല്ലേ?
ഇനി വരുന്ന മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് പ്രൊജക്ട് ചെയ്യുമ്പോൾ റിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടെത്തും. അത് 2 പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. എക്സ് വൈ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആംഗിൾ തന്നെയാണ് ഈ പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയും, അതായത് താഴെ ഹെറിസോണ്ടൽ വരുന്നത് എഫ് കോസ് തീറ്റയും വെർട്ടിക്കൽ വരുന്നത് എഫ് സൈൻ തീറ്റ ആയിരിക്കും. അത് തന്നെ ഡെഫിനിഷൻ എന്ന് എഴുതി മാത്രമേ. അതുപോലെ മൊമെന്റവും അടുത്ത ടേമാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ആൻഡ് വാരിക്കൻസ് തിയറം. ഇതൊന്നും എടുത്തിട്ടില്ല. അതിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അത് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദ ഫോളോയിങ് ഫോഴ്സ് ആക്ട് അറ്റ് എ പോയിന്റ്. ഇപ്പൊ തന്നിരിക്കുന്ന പോയിന്റ് നോക്കിയേ, 20 ന്യൂട്ടൺ ഇൻക്ലീഡിങ് അറ്റ് 30 ഡിഗ്രി ടുവേർഡ്സ് നോർത്ത് ഓഫ് ഈസ്റ്റ്. അപ്പൊ ഒരു കണ്ടീഷൻ പറയുന്നത് നോർത്ത് ഈസ്റ്റില് 20 ഡിഗ്രിയും ആംഗിൾ 30 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ നോർത്തില് 25 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് വെസ്റ്റില് 30 ന്യൂട്ടൺ ആണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൗത്ത് വെസ്റ്റില് 40 ഡിഗ്രി ആംഗിളും 35 നോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. തന്നിരിക്കുന്ന റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ടേം വെച്ചുകൊണ്ട്, ഈ തന്നിരിക്കുന്ന ടേം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ആയിട്ടുള്ള ഡയറക്ഷൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ നോർത്ത് ഡയറക്ഷൻ, മുകളിലേക്ക്. ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് ഓപ്പോസിറ്റ്, ഇത് വെസ്റ്റ് കിട്ടി. ഇപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് നോക്കിയാൽ ഫസ്റ്റത്തെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ പോയിന്റ് തന്നിരിക്കുന്നത് 20 ന്യൂട്ടനും 30 ഈ പോയിന്റ് 20 ന്യൂട്ടൺ ഇൻക്ലീഡ് ആംഗിൾ 30. അതിപ്പോ തന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഇത്, ഈസ്റ്റ് ഇത്, ഈ ഡയറക്ഷനിൽ ഈ ഇംഗ്ലീഡിന്റെ ആംഗിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ 20 ന്യൂട്ടണും ഇതിന്റെ ആംഗിൾ 30. അപ്പം ഈ സൈഡ് വരച്ചു, ഈ ഒരു ആംഗിൾ ഫോം ചെയ്തു. ഇത് ക്ലിയർ ആണോ? ഈ രണ്ടാമത്തെ തന്നിരിക്കുന്നത് 20 ന്യൂട്ടൺ ടു വേർഡ്സ് നോർത്ത്. നോർത്തില് 20 ന്യൂട്ടൺ ആണെന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നോർത്ത് നമ്മുടെ. അപ്പൊ നോർത്തിലേക്ക് നമുക്ക് എന്ത് കൊടുക്കുക, 25 ന്യൂട്ടൺസ് കൊടുത്തു. അടുത്തത് 30 ടുവേഴ്സ് ദ നോർത്ത്. നോർത്ത് ഈസ്റ്റില്, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഇത്, വെസ്റ്റ് ഇത്. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷിന്റെ ആംഗിൾ ആയിരിക്കും എന്ന് പറയുന്നത് ഈ 30 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ വരച്ചു 30 ഡിഗ്രി, ഇത് കൊടുത്തു. ഇനി നമുക്ക് പറഞ്ഞേക്കണത് ഇവിടെ 45 ഡിഗ്രി ആംഗിൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് 45 ഡിഗ്രി ആംഗിളും അവിടെ വരച്ചു. ഈ അടുത്ത കേസ് പറഞ്ഞേക്കണത് 35 ന്യൂട്ടൺസ് ഇംഗ്ലീഡ് ആംഗിൾ ആണ് അറ്റ് 40 ഡിഗ്രി ടുവേഴ്സ് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ. അപ്പൊ ആംഗിൾ നോക്കിയാൽ സൗത്തിലും വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് വെസ്റ്റ് കണ്ടീഷൻ, ഇത് വെസ്റ്റ് ഇവിടെ, അതിന്റെ സൗത്ത് എന്ന് പറയുമ്പോൾ അതിന് താഴെ വരും. ഇതിൽ 40 ഡിഗ്രി ആംഗിളും അതിന്റെ ഇംഗ്ലീഡിന്റെ ആംഗിൾ 35 ന്യൂട്ടണും തന്നിരിക്കുന്നൊക്കെ നമ്മൾ വരച്ചു. ഇനി കാണേണ്ടത് റിസൾട്ടന്റ് വെക്ടർ കാണണം, സിഗ്മ എച്ച് കാണണം, സിഗ്മ ബി കാണണം. അത് റിസൾട്ടന്റ് വെക്ടറിന്റെ ഇത് രണ്ടും കണ്ടതിന് ശേഷം റിസൾട്ടന്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, തീറ്റ കാണാം. അപ്പൊ തന്നേക്കണം ടേം വരച്ച് ഈ ഫിഗർ ക്ലിയർ ആയോ? ഇനി നമുക്കിതിന്റെ ഓരോന്നിന്റെയും ഹെറിസോണ്ടലും വെർട്ടിക്കലും കാണാം. അപ്പൊ ഹെറിസോണ്ടൽ നോക്കിയാൽ ഹെറിസോണ്ടലായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഹെറിസോണ്ടലായിട്ട് വരുന്ന ഈ ഫിഗറിൽ ഹെറിസോണ്ടലായിട്ട് വരുന്നത് ഒന്ന് ഈ കേസ്. ഇവിടെ ആംഗിൾ വരുമ്പോൾ എങ്ങനെ ഫോം ചെയ്യും? ഈ ഒരു സൈഡ് എടുക്കുക, അത് അതിന് മുന്നേ എന്ത് ചെയ്യുക, ആംഗിൾസ് ഇംഗ്ലീഡിന്റെ ആംഗിൾ ഫോം ചെയ്തേക്കണൊക്കെ ഒന്ന് നോക്കാം, റിസോൾവ് ചെയ്യാം നമുക്ക്. അപ്പൊ ഈ ഫസ്റ്റ് ഈ കേസ് എടുക്കുക. ഈ കേസ് എടുക്കുമ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ആംഗിൾ 30 തന്നിട്ടുണ്ട്, 20 ന്യൂട്ടൺ ആണ്. അപ്പൊ എങ്ങനെ വരും? ആംഗിൾ ഫോം ചെയ്യുന്നത് കോസ് ആക്സിസ്. അപ്പൊ 20 കോസ് 30 കിട്ടും. അതിന്റെ ഹൊറിസോണ്ടൽ ആംഗിൾ നമുക്ക് കിട്ടി. ഇനി വെർട്ടിക്കൽ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 20 സൈൻ 30 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഹലോ ഈ ആംഗിളിന്റെ ഫോം ചെയ്ത് കിട്ടിയല്ലോ, ഇത് റിസോൾവ് ചെയ്ത് കിട്ടിയല്ലോ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ.
രണ്ടാമത്തെ കേസ് 25 ആണ്. ഇത് നമുക്ക് നോർത്തിൽ നേരിട്ടായതുകൊണ്ട് നമുക്ക് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് നമുക്ക് റിസോൾവ് ചെയ്യണ്ട. ഇത് വൈ ആക്സിസിലാണ്. അപ്പൊ ആ കേസ് വേണ്ട. അടുത്ത കേസ് ഈ സൈഡ് വരും. ഈ സൈഡ് വരുമ്പോൾ ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? cos 45 ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആംഗിൾ നോക്കിയേ. cos 30 ആണ് ഇതിന്റെ സൈഡ്. അപ്പൊ 30 അത് ഇങ്ങോട്ട് തന്നിരിക്കണം 13 cos 45 ഡിഗ്രി, അതുപോലെ 13 sin 45 ഡിഗ്രി. ഇത് ഫോം ചെയ്ത് ക്ലിയർ ആണോ? ക്ലിയർ. ഇതിന് താഴെ പറഞ്ഞ കൂടി ഉണ്ട്. ഈ സൈഡിലേക്ക് വരണുണ്ട്. ഇത് 40 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ കേസ് ഫോം ചെയ്യുമ്പോൾ 14 ഇവിടെ ആംഗിൾ ഫോം ചെയ്ത് ഈ സൈഡിലാണ്. ആംഗിൾ എവിടെയാണോ ഫോം ചെയ്യുന്നത് അത് എന്ത് കൊടുക്കുക? cos θ കൊടുക്കുക. അപ്പൊ ഇതിന് ഈ ടൈം ഇവിടെ വരെ നമുക്ക് എന്താവും? cos θ വരും. ഈ ആംഗിൾ ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ cos θ വരും. അതിന് താഴെ sin θ വരും. അപ്പൊ ഇവിടെ 35 cos 40 ഡിഗ്രി, ഇവിടെ 35 sin 40 ഡിഗ്രി. ഇത്രയും ക്ലിയർ ആണോ? മിസ് അപ്പോ ഇന്ന് ചെയ്ത ഹോംവർക്ക് ഒന്നുമില്ല. ഇന്ന് അയച്ച ഹോംവർക്ക് അതും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതുപോലെയല്ലേ ചെയ്യുന്നത്? ഇതുപോലെ ചെയ്യണ്ടേ? അങ്ങനെയല്ലേ ചെയ്തേക്കണേ? അല്ല, ജസ്റ്റ് ഹൊറിസോണ്ടൽ സൈനും വെർട്ടിക്കലും cos θ അങ്ങനെയായിട്ടല്ലേ? അങ്ങനെ എടുത്തത് അല്ലേ? അത് ഞാൻ നോക്കിയിട്ട് പറയാം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം എങ്ങനെ ചെയ്തേക്കണം. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ചെയ്തില്ല, അത് കിട്ടിയില്ല. അതും കിട്ടിയില്ല. നോക്കട്ടെ, ഞാൻ ചെയ്തിട്ട് പറയാം. നോക്കിയിട്ട് അടുത്ത ദിവസം പറയാം. ഓക്കെ. ഇപ്പൊ ഇത് ഈ 3 ഫിഗറും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ എച്ചും വെർട്ടിക്കൽ എച്ചും കാണാം. അപ്പൊ ഹൊറിസോണ്ടൽ വരുന്ന ഡയറക്ഷനിൽ വരുന്ന ഏതൊക്കെയായിരുന്നു? ഇത് ഹൊറിസോണ്ടൽ വരുന്നതാണ്. ഹൊറിസോണ്ടൽ വരുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ വരുന്നതാണ് 2 cos 30 ഡിഗ്രി. ഇതിന്റെ ആംഗിൾ എങ്ങനെ പോകുന്ന ഡയറക്ഷൻ പോകണമെന്ന് നോക്കിയാൽ പുറത്തോട്ടാണ്. അപ്പൊ ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ ലൈൻ നമുക്ക് എന്ത് കിട്ടും? 20 cos 30 പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഇനി താഴെ വരുന്നത് പിന്നെ വെർട്ടിക്കൽ വരുന്ന ഈ ലൈനാണ് 30 cos 45. ഇവിടെ വരുന്നത് നോക്കിയേ, ഇവിടെ വരുന്നത് സൈഡിൽ ഇത് ഈ സൈഡിലേക്കാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്. ഇത് ആംഗിൾ പുറത്തോട്ടാണ് ഫോം ചെയ്തത്. അപ്പൊ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് വാല്യൂ കൊടുക്കുക നെഗറ്റീവ് 30 cos 45 എന്ന് കൊടുത്തു. ഇനി അടുത്തതിന്റെ കേസ് വരുന്നത് ലാസ്റ്റത്തെ ഈ കേസ് ഈ മൂന്നാമത്തെ ഫിഗറിൽ വരുമ്പോൾ ഇവിടെ വെർട്ടിക്കൽ വരുന്ന ഈ ലൈനാണ്. ഇവിടെ നമുക്ക് 35 cos 45. ഇതും ആംഗിൾ ഇതിന്റെ ഡയറക്ഷൻ പുറത്തോട്ടാണ് വരുന്നത്. അപ്പൊ ഇത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഇത് 2 നെഗറ്റീവായി, ഒരെണ്ണം പോസിറ്റീവായി. ഇവിടെ ഡെൽറ്റ എച്ച് എടുത്തത് ക്ലിയർ ആണോ നോക്കിയേ. അപ്പൊ ഹൊറിസോണ്ടൽ വരുന്ന 3 ലൈൻ ഇതായിരുന്നു 1, ഇത് 2, ഇത് 3. ഇതിൽ ഫസ്റ്റത്തെ ലൈൻ മാത്രം ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് ലെഫ്റ്റിലേക്ക് പോകുന്നത് 2 ലെഫ്റ്റിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് 2 നെഗറ്റീവ്. അപ്പൊ നമുക്ക് 3 വാല്യൂ കിട്ടി. ഈ 3 വാല്യൂ കാൽക്കുലേറ്റർ ഇട്ട് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ കിട്ടി. 2 നെഗറ്റീവ് ഉണ്ട്, ഒരെണ്ണം പോസിറ്റീവ് ആയതുകൊണ്ട് ഈ വാല്യൂ സോൾവ് ചെയ്യാൻ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. നെഗറ്റീവ് 30.7 ന്യൂട്ടൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അത് ചെയ്തോളൂല്ലോ. ഇനി വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കാം. വെർട്ടിക്കൽ എടുക്കുമ്പോൾ ഫസ്റ്റത്തെ കേസിൽ വെർട്ടിക്കൽ വരുന്നത് 20 sin 30 ഡിഗ്രി. ഇത് ആംഗിൾ മുകളിലേക്കാണ് ഡയറക്ഷൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് ടേം പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് 20 sin 30 കിട്ടി. പിന്നെ ഒരെണ്ണം വരുന്നത് ഒരെണ്ണം നേരിട്ട് ഈ ഫിഗറിൽ ഒരെണ്ണം നേരിട്ട് 25 ഡയറക്ഷൻ പറയുന്നുണ്ട്. ഈ കേസിൽ ഇവിടെ ഒരെണ്ണം 25 പറയുന്നുണ്ട് ഇല്ലേ? ഇത് 25 ആണ്, ഡയറക്ഷൻ മുകളിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതും തന്നെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കൊടുക്കാം പോസിറ്റീവ് 25 ഒന്ന് കൊടുക്കാം. കാരണം ഇവിടെ പോസിറ്റീവ് 25 വന്നു, ഈ വാല്യൂ വന്നു. ഇത് രണ്ടും കിട്ടി. ഇനി മൂന്നാമത്തെ കേസിൽ വരുന്നത് ഇത് താഴേക്ക് മൂന്നാമത്തെ കേസ് വരുന്നത് ഇവിടെ 13 sin 45. ഇതും ഡയറക്ഷൻ മുകളിലേക്കാണ്, അതുകൊണ്ട് അതും പോസിറ്റീവായി. ഇവിടെ മാത്രം താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ടേം മാത്രം വെർട്ടിക്കലി വരുന്നത്, ഈ ടേം മാത്രം നെഗറ്റീവ് ആവും. നെഗറ്റീവ് 35 sin 40 വരും. ഇത് മാത്രം നെഗറ്റീവ് വരും, ബാക്കി 3 പോസിറ്റീവ് വരും. ഇത് ക്ലിയർ ആണോ? ഇതെല്ലാം കൂടി റിസൾട്ട് കാൽക്കുലേറ്റ് വാല്യൂ കണ്ടെത്തുമ്പോൾ നമുക്ക് 33.7 കിട്ടി. ഇത് നമ്മോട് കാണാൻ പറഞ്ഞേക്കണത് റിസൾട്ടന്റ് വെക്ടർ ആണ് കാണാൻ പറഞ്ഞേക്കണത്. റിസൾട്ടന്റ് വെക്ടർ കാണുന്ന ഇക്വേഷൻ
ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. അപ്പൊ എച്ച് സ്ക്വയറിന് എച്ചിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, വിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എച്ചിന്റെ വാല്യൂ 30.7, വിയുടെ വാല്യൂ 33.7. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന്റെ ഹോൾ സ്ക്വയർ കൊടുക്കുക. ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ 30.7 ഇൻറ്റു 30.7 കൊടുക്കുക കാൽക്കുലേറ്ററിൽ, പ്ലസ് അതേപോലെ തന്നെ 33.7 ഇൻറ്റു 33.7 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഹോൾ സ്ക്വയർ ആയി. അതിനുശേഷം ഈ റിസൾട്ട് ആഡ് ചെയ്യുക. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടും. 45.6 ന്യൂട്ടൺ എന്നുള്ള റിസൾട്ട് കിട്ടും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ടാൻ തീറ്റ കാണാനുള്ള ഇക്വേഷൻ. ടാൻ തീറ്റ കാണാനുണ്ട് സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച്. വിന്റെ വാല്യൂ അറിയാം, നമുക്ക് എച്ചിന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 33.7 ഡിവൈഡഡ് ബൈ മൈനസ് 30.7 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇൻറ്റു ഇവിടെ കിടക്കുന്ന നമുക്ക് ടാൻ തീറ്റയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണം. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കിട്ടേണ്ടത് തീറ്റയാണ്. അപ്പൊ ഈ ടാനിന് എന്ത് ചെയ്യുക, ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് 1/tan എന്ന് കിട്ടും. ആ 1/tan നമുക്ക് ടാൻ ഇൻവേഴ്സ് ആക്കി കൊടുക്കുക. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതിന്റെ റിസൾട്ട്, അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്ന് കിട്ടും മൈനസ് 47.7 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയ ക്വസ്റ്റ്യൻ? അപ്പൊ ഇത് വെച്ച് ചെയ്യാനായിട്ട് ഞാൻ ഹോംവർക്ക് 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാനായിട്ട് കാണിച്ചു തരാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യൻസും ഇതിനൊപ്പം ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഓരോ ടേം പഠിക്കുമ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഓരോന്ന് പഠിക്കുമ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കണം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കണം നോക്കിയേ. ദ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ, 30 ന്യൂട്ടൺ, 40 ന്യൂട്ടൺ, 50 ന്യൂട്ടൺ, 60 ന്യൂട്ടൺ, അത് 6 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ടിങ് അറ്റ് വൺ ഓഫ് ദ ആംഗുലർ പോയിന്റ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഒരു റെഗുലർ ഹെക്സഗൺ ഷേപ്പിന്റെ ആംഗുലർ പോയിന്റ് ആണ് ഈ 5 തന്നേക്കുന്നത്. ടുവേർഡ്സ് അതർ 5 ആംഗുലർ പോയിന്റ്, അതായത് ഒരെണ്ണത്തിന് ടുവേർഡ്സ് ആയിട്ടാണ് ബാക്കി വന്നേക്കുന്നത്. ടേക്കൺ ദ ഓർഡർ, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. അതിന് കാണുന്നത് അത് ഒരു റെഗുലർ ഷേപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. റെഗുലർ ഹെക്സഗൺ ഷേപ്പാണ് തന്നിരിക്കുന്നത്. അതിന്റെ 5 സൈഡ്സുകൾ, ആംഗിൾസ് സൈഡ്സുകൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആറാമത്തേത് നിന്നുകൊണ്ട്, ഒരെണ്ണത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളതിനെ 5 ആംഗുലർ പോയിന്റിനെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സെയിം കേസ് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെ വരയ്ക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പൊ നോക്കിയേ, 6 സൈഡാണ് ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 1, 2, അത് ഇത് 1, ഇത് 2, ഇത് 3, 4, അതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഷേപ്പിലാക്കാം. ഇത് ഫസ്റ്റ് കേസ് 20, സെക്കൻഡ് കേസ് 30, പിന്നെ 40, 50, 60, ഇങ്ങനെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിൽ ഈ ഫോം ചെയ്യുന്ന ഈ മൊത്തം ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ മൊത്തം ഈ ആംഗിൾ എന്ന് പറഞ്ഞ ഒരു ഹെക്സഗണിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത്, അത് ആംഗുലർ പോയിന്റ്, അതായത് ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഈ ഹെക്സഗൺ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അതായത് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ മൊത്തം ആംഗിൾ 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രീനെ ഇതൊന്ന്, ഇത് 2, ഇത് 3, 4 ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 120 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇത് ഓരോന്നും എന്തുണ്ടായിരിക്കും, 30 ഡിഗ്രി ആയിട്ട് മാറും. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ 30 ഡിഗ്രി നിന്നും കിട്ടി. ഇപ്പൊ അതിന്റെ ഓരോ സൈഡ്സ്, ഓരോ ഇതിന്റെ ന്യൂട്ടൺസ് നമുക്ക് കിട്ടി, ഫോഴ്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പൊ ഫോഴ്സും കിട്ടി, ആംഗിളും കിട്ടി. ഇനി ഓരോന്നിനെ റിസോൾവ് ചെയ്യുക. അതായത് ഈ കേസ് എടുക്കുമ്പോൾ ഇത് പറഞ്ഞ റിസോൾവ് ചെയ്യുക, പിന്നെ ഇത് റിസോൾവ് ചെയ്യുക. ഇവിടെ കേസ് നമുക്ക് റിസോൾവ് ചെയ്യേണ്ടത് 90 ഡിഗ്രിയാണ് വരുന്നത് കൊണ്ട് ഈ കേസിനെ റിസോൾവ് ചെയ്യണം. ഇപ്പുറത്തെ കേസും റിസോൾവ് ചെയ്യണം. ഇതിനെ ചെയ്യണം, ഈ ആംഗിളും ചെയ്യണം, ഈ ആംഗിളും ചെയ്യണം. ഇതിനെ മാത്രം ചെയ്യേണ്ട, റിസോൾവ് ചെയ്യേണ്ട, അത് നേരിട്ട് 50 വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ ഇനി റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കേസ് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഇവിടെ 30 ആണ്. 30 ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ 30 cos 30 ഫസ്റ്റ് ഈ സൈഡ് കിട്ടും. രണ്ടാമത്തെ സൈഡ് മുകളിലേക്ക് വരുമ്പോൾ 30 sin 30 കിട്ടും. ഫസ്റ്റ് കേസ് കിട്ടി. ഇനി ഇവിടെ നോക്കി അടുത്ത കേസ് വരുമ്പോൾ ഇവിടെ 30യും ഇവിടെ 30യും നമുക്ക് മൊത്തം ഇതിന്റെ മൊത്തം ആംഗിൾ എടുക്കുന്ന സമയത്ത് 30 + 30 ഇവിടെ എന്തായിരിക്കും, 60 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. മൊത്തം ഇവിടെ 60 വരും. ഇവിടെ തന്നിരിക്കുന്നത് ഫോഴ്സ് 40 ആണ്. അപ്പൊ 40 ആംഗിൾ ഫോം ചെയ്ത് ഇവിടെ തന്നെയാണ്. 40 cos 60 വരും, 40 sin 60 വരും. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി ഇതിന്റെ എന്തായാലും കാണണ്ട, അത് 90 ഡിഗ്രി ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഇനി ഇത് ഈ സൈഡ് എടുക്കണം. ഈ സൈഡ് എടുക്കുമ്പോൾ ഫിഗർ ഇതുപോലെ വരും.
അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 30 ആണ്. അതുകൊണ്ട് ഇത് 13 വരും. ഇതിന്റെ വാല്യൂ 16. അപ്പൊ 16 cos 30 കിട്ടും. ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ പുറത്തോട്ടാണ് ഡയറക്ഷൻ വന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കാണാം. അതിനുശേഷം റിസൾട്ടന്റ് വെക്ടർ കാണാം, തീറ്റ കാണാം. ചെയ്യാലോ ക്വസ്റ്റ്യൻ? ചെയ്യാം. അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ റിസൾട്ട് ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫിഗർ എന്ന് പറഞ്ഞ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ആംഗിൾ ഇതിൽ നമുക്ക് ഇത് y ആക്സിസും ഇത് x ആക്സിസും ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല. ഇതിന്റെ രണ്ടെണ്ണം ഈ മൂന്നെണ്ണം തന്നെ തന്നേക്കണം. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കൊടുത്ത പോലെ ഫസ്റ്റ് ഇതെടുക്കുക. ഇവിടെ എന്ത് വരും? ഇവിടെ 25. അപ്പോൾ 25 cos 18 എന്നുള്ളതും കിട്ടും. അതുപോലെ തന്നെ 25 cos sin 18 കിട്ടും. ഫസ്റ്റത്തെ കേസ് റിസോൾവ് ചെയ്യുമ്പോൾ. സെക്കൻഡ് കേസ് റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 25 ആണ് 50 വരും. 15 ആംഗിൾ തന്നെയാണ് വരുന്നത്. മൊത്തം ഈ ആംഗിൾ തന്നെ വരുന്നത്. 15 cos 17 വരും. അതുപോലെ തന്നെ 15 sin 17 വരും. പിന്നെ ഈ ആംഗിൾ ആണ് എടുക്കേണ്ടത്. ഇത് താഴോട്ടാണ് വന്നേക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 45 ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് ഈ ആംഗിൾ റിസോൾവ് ചെയ്തെടുക്കാം. അപ്പൊ 15 ആംഗിൾ ഈ സൈഡിൽ ആംഗിളിലൂടെ തന്നെ പോയിരിക്കുന്നത് cos 45 വരും. ഇപ്പോഴത്തെ കേസ് 15 sin 45 വരും. ഇത് ക്ലിയർ അല്ലേ? ഇത് വെച്ചുകൊണ്ട് ഇതിന്റെ ഹൊറിസോണ്ടൽ വാല്യൂ കാണാം, വെർട്ടിക്കൽ വാല്യൂ കാണാം, റിസൾട്ടന്റ് വാല്യൂ കാണാം, തീറ്റ കാണാം. ഇതിന്റെ ഈ ഫിഗറിന്റെ റിസൾട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നേരത്തെ ക്വസ്റ്റിന്റെ റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തോ. എന്നിട്ട് അതിന്റെ റിസൾട്ട് എച്ചും വിയും ആറും തീറ്റയും കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ ഈ ടേം ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്ന് ഒരു 14 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 14 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. ഒന്ന് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് കണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം കേസ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഇതൊരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും സ്ട്രിങ്ങിന്റെയും ഈ റിയാക്ഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിന്റെ താഴെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത സെയിം കേസ് ആണ് വന്നേക്കണത്. റെഗുലർ ഹെക്സന്റെ സൈഡ് 2 മീറ്റർ വെച്ചുകൊണ്ട് റിസൾട്ടന്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കാണാനാ പറഞ്ഞേക്കണം. ഓരോ സൈഡ് ഇപ്പൊ തന്ന സെയിം കേസ് അനുസരിച്ച് ഇത് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 റോളർ, ഇതാണ് ഇതിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. 2 റോളർ വെയിറ്റ്, രണ്ടിന്റെയും വെയിറ്റ് 75 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അത് ഒരു ഇൻക്ലീൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ വാളില് ഇൻക്ലീൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ പോയിന്റ് കാണാൻ പറയുന്ന പോയിന്റ് എയും ബിയും സിയും കാണാൻ പറഞ്ഞു ഈ ഫിഗർ അനുസരിച്ച്. ചെയ്ത് നോക്കാലോ? ചെയ്ത് നോക്കാം. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാട്ടെ. റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കാണുന്നത്. ഇത് ഈ മെത്തഡ് അല്ല, അത് പറയാൻ പോകുന്ന മെത്തഡാണ്. ഇത് രണ്ടും ക്ലിയർ ആണല്ലോ? ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യാലോ? ഇതൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഫിഗർ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞിട്ട് മതി. അതേപോലെ ഇതിലും ഇതായിരുന്നു ഫിഗർ. ഇത് വെച്ച് ചെയ്ത് നോക്കാം. അതുപോലെ ഇത് മാഗ്നിറ്റ്യൂഡ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളെത്തില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സിന്റെ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ഡയറക്ഷൻ എന്നുണ്ട്. ഇത് ചെയ്ത് നോക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം. മൊമെന്റം ഓഫ് എ ഫോഴ്സ്. അതായത് മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ് ഓൺ ദ ബോഡി ഓൺ വിച്ച് ഇറ്റ്സ് ആക്ട്. ടേണിംഗ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഒരു ഫോഴ്സ് മെത്തഡ് ഓഫ് മൊമെന്റ്സും വേരിയൻസ് തിയറം. അത് മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എപ്പോഴാണ് ആ പോയിന്റിലേക്ക് ഒരു ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ്, അത് പോയിന്റും ആ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൊമെന്റം ഓഫ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോയിന്റ് ഒരു ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആ ലൈൻ ഓഫ് ആക്ഷനിൽ, അതിനെയാണ് നമ്മൾ മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എഫ് ഇൻറ്റു ഡി. എഫ് ഫോഴ്സ്, ഡി ഡിസ്റ്റൻസ്. അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡിസ്റ്റൻസ്. ക്ലിയർ ആണ് ഇവിടെ? ഇനി വേരിയൻസ് തിയറം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മൊമെന്റം ഓഫ് ഫോഴ്സ് എടുത്തു, അതിന്റെ എല്ലാം കൂടി സെയിം പോയിന്റ് തന്നെ ഈ സെയിം ഇപ്പൊ നമുക്ക് മൊമെന്റം ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് ആ പോയിന്റ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. അവിടെ എടുക്കുന്ന ഓരോ സം ഓഫ് മൊമെന്റിന്റെയും കോമ്പൗണ്ടുകളുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും നമ്മുടെ വേരിയൻസ് തിയറം എന്ന് പറയുന്നത്. അതായത് റിസൾട്ടന്റ് ഫോഴ്സ്, മൊമെന്റം ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് എം ആർ എന്ന് പറഞ്ഞാല് അതിൽ എത്ര കേസ് ഓഫ് മൊമെന്റ്സ് കമ്പൗണ്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ടോ അതിന്റെയൊക്കെ സമ്മായിരിക്കും ഈ മൊമെന്റം ഓഫ് റിസൾട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എം ആർ ഈക്വൽ ടു M1 + M2 + M3 എക്സെട്ര എത്ര ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും സം. എത്ര ഈക്വൽ ആയിട്ടുള്ള മൊമെന്റ്സുകളുടെ കമ്പൗണ്ടുകൾ ഉണ്ടോ അതിനെല്ലാരും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മൊമെന്റം ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണത്? ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഒരു റിജിഡ് ബീം, എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റിജിഡ് ബീമിന് ലെങ്ത് 6 മീറ്റർ തന്നിട്ടുണ്ട്. ഈ സപ്പോർട്ടഡ് അറ്റ് എ പോയിന്റ് എ എന്നൊരു പോയിന്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഹാസ് 3 ഫോഴ്സസ് അതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളാണ് 3 എണ്ണം. ആ 3 ഫോഴ്സ് തന്നിരിക്കുന്നത് ഒന്ന് 10 kN അറ്റ് 1 മീറ്റർ, അതുപോലെ 15 kN അറ്റ് 3 മീറ്റർ ആൻഡ് 20 kN അറ്റ് 5 മീറ്റർ. അപ്പൊ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് എന്താണെന്ന് കാണണം. അതിന്റെ പൊസിഷൻ ഓഫ് വേരിയൻസ് തിയറത്തിന്റെ പൊസിഷനും കാണാൻ പറഞ്ഞു. റിസൾട്ടന്റ് ഫോഴ്സും പൊസിഷൻ, ഇത് 14 മാർക്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലാവരും കൂടി ആഡ് ചെയ്താൽ മതി. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബീം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എത്ര ഫോഴ്സുകളോടെ വരുന്നുണ്ടോ അതിന്റെ എല്ലാത്തിന്റെ സം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഫോഴ്സ് നോക്കിയേ, ഇവിടെ 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. അതാണ് നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ്. R is equal to 10 + 15 + 20 is equal to 45. Sum of all force acting on the beam. ഒരു ബീമിലേക്ക് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളുടെയും സം ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് ആയി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇനി അടുത്തെന്ന് പറഞ്ഞത് വേരിയൻസ് തിയറത്തിൽ കൊടുക്കുമ്പോൾ സം ഓഫ് ദ മൊമെന്റം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സ് അബൌട്ട് എ. അത് ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സും കൂടിയും മൾട്ടിപ്പിൾ ചെയ്തിട്ട് വരുന്ന സം. അതായത് ഇക്വേഷൻ എങ്ങനെ വരും? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ഓരോ വരുന്ന 3 ഫോഴ്സസ് ഉണ്ട്, 10 വരുന്നു, അതിന് എത്ര മീറ്റർ പറയുന്നുണ്ട്, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എഫ് ഇൻറ്റു ഡി ആണ് കാണേണ്ടത് ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി. എഫ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 1 10 എന്ന് കിട്ടും. അടുത്ത് പ്ലസ് 15 ഇൻറ്റു 3 പ്ലസ് 45 പ്ലസ് 20 ഇൻറ്റു 10 100. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ 10 ഇൻറ്റു 1 10 വരും, 15 ഇൻറ്റു 3 45 വരും, 20 ഇൻറ്റു 5 100 വരും. മൊത്തം ആഡ് ചെയ്യുമ്പോൾ 155 കിട്ടും. അത് തന്നിരിക്കുന്ന കിലോമീറ്ററിന് ആയതുകൊണ്ട് അത് കിലോമീറ്ററിൽ കൊടുത്തു. ക്ലിയർ ആണത് ഈ ക്വസ്റ്റ്യൻ? അപ്പൊ ഇതിന്റെ ഇക്വേഷനിലേക്ക് ഇതിന് ഇനി എന്ത് വേണം? നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സും അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിസ്റ്റൻസ് കാണണം. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയാലോ, അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടി. R × D = MR ആണെന്ന് നമുക്കറിയാം. റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ R × D ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് R ഉം കിട്ടി, MR ഉം കിട്ടി, D കിട്ടിയിട്ടില്ല, ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഇക്വേഷനിലേക്ക് R × D = MR ന്റെ ഇക്വേഷനിൽ MR ന്റെ വാല്യൂ നമുക്ക് കിട്ടി, R ന്റെ വാല്യൂ കിട്ടി. ആ രണ്ട് വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R ന്റെ വാല്യൂ 45 ആയിരുന്നു, MR ഇപ്പൊ കിട്ടിയത് 155 ആയിരുന്നു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡീനെ അവിടെ നിർത്തിയിട്ട് 45 മൾട്ടിപ്ലിക്കേഷൻ ഇക്വലിന് അപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 155 ഡിവൈഡ് ബൈ 45 ഈക്വൽ ടു 3.44 മീറ്റർ വരും. ക്ലിയർ ആണത്? ഹലോ ഹലോ ഹലോ, ഇടയ്ക്ക് ക്ലിയർ ആണത്? ചെക്കായി. അപ്പൊ ഒന്നുകൂടി പറയാം.
മൊമെന്റം നമുക്ക് നേരത്തെ കിട്ടിയതിൽ മൊമെന്റം ഓഫ് ഫോഴ്സും കിട്ടിയിട്ടുണ്ട്, റിസൾട്ടന്റ് വെക്ടറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ കാണാനുള്ളത് പൊസിഷൻ ആണ്. പൊസിഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ആർ ഇൻറ്റു ഡി ആണ്. എം ആർ ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ആണ്. അപ്പൊ ഡി ആണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് പൊസിഷൻ. അപ്പൊ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആറിന്റെ വാല്യൂ അറിയാം, എം ആറിന്റെ വാല്യൂ അറിയാം. അത് രണ്ടോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആറിന്റെ വാല്യൂനോട് ഡിനോട് നിർത്തിയിട്ട് ആറിന്റെ വാല്യൂന് നമുക്ക് ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 45 ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഇപ്പുറത്തെ സൈഡ്. അപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.44 കിട്ടും. അത് ക്ലിയർ ആയോ? ഹലോ ഹലോ ക്ലിയർ ആണോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ എന്താ ചെയ്തേ? ആദ്യം കാണാൻ പറഞ്ഞ റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞു, അതിന്റെ പൊസിഷൻ കാണാൻ പറഞ്ഞു. റിസൾട്ടന്റ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ അത് തന്നിരിക്കുന്ന ഫോഴ്സുകളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടും. പിന്നെ നമുക്ക് വാരിയൻസ് തിയറത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ എം ആറിന്റെ ഇക്വേഷനിൽ കൊടുക്കുക. എം ആർ എന്ന് പറയുമ്പോൾ 10 × 1 പ്ലസ് 15 × 3 പ്ലസ് 20 × 5 ചെയ്തിട്ട് ആഡ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എം ആർ കിട്ടും. അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ് കണ്ടത്. ഈ എം ആറിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എം ആർ ഈക്വൽ ടു ആർ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ആണ് പൊസിഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഡി നെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈമിന് ഈക്വൽ ടു അപ്പുറത്തുണ്ടായി ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്ലിയർ അല്ലേ ഇത്? പിന്നെ അപ്പൊ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. ഫോഴ്സ് എഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡി. ഡിസ്റ്റൻസിനെ ഡി വെച്ചിട്ടോ എക്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഇതിന്റെ യൂണിറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് തന്നിരിക്കുന്ന വാല്യൂ ന്യൂട്ടണിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്ടൺ മീറ്റർ കിട്ടും. കിലോമീറ്ററിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ഈ മൊമെന്റുകൾ തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. ക്ലോക്ക് വൈസ് ആവുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഒരു ഫിഗറിന്റെ ഒരു സർക്കിളിന്റെ കേസിൽ ഫിഗർ എങ്ങനെ വരാം? താഴേക്കാണ് വരുന്നത്. ഇങ്ങനെ ഫിഗർ വരുമ്പോൾ നമുക്ക് ഇതിനെ പോസിറ്റീവ് സൈൻ കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്കാണ് ഈ സൈഡിലാണ് വരുന്നതെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പൊ ക്ലോക്ക് മൊമെന്റത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് മൊമെന്റ് ഉണ്ട്. ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ സാധാരണ ക്ലോക്ക് വൈസ് ഡയറക്ഷനും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസും ആയി. ക്ലോക്ക് വൈസിന് പോസിറ്റീവ് സിമ്പിൾസും ആന്റി ക്ലോക്ക് വൈസിന് നെഗറ്റീവ് സിമ്പിൾസും സൈൻ. ഇനി ഇതിന് എക്സാമ്പിൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു ലൈനിലേക്കാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് 15 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ കൊടുക്കുക. എഫ് ഇൻറ്റു എക്സ്. നേരത്തെ തന്നെ ആ ക്വസ്റ്റൻ തന്നെ അതിന്റെ ചെറിയ പാർട്ടായിട്ട് തന്നേക്കണം. അപ്പൊ എഫ് ഇൻറ്റു എക്സ് ആണ് നമുക്കറിയാം മൊമെന്റ് കാണാൻ ഇക്വേഷൻ. എഫിന്റെ വാല്യൂ 50യും എക്സ് 5 മീറ്ററും. ആ 50 × 5 ചെയ്യുമ്പോൾ നമുക്ക് 250 ന്യൂട്ടൺ മീറ്റർ. രണ്ട് ന്യൂട്ടൺ ആയതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇതിന്റെ ഡയറക്ഷൻ വന്നേക്കാൻ നോക്കിയത് ഇവിടെ നമുക്ക് ഈ ഒരു ലൈനിനെ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും പോവാം. അപ്പൊ അത് പോസിറ്റീവ് സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി 250 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടിയത് പോസിറ്റീവ് സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയായിരുന്നു പോയിന്റ് എ ഈ ലൈൻ. പിന്നെ അപ്ലൈ ചെയ്യുന്നത് ഈ സൈഡിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ എഫ് ഇൻറ്റു എക്സ് തന്നെയാണ്. എഫ് ഇൻറ്റു എക്സിൽ എഫ് എന്ന് പറയുന്നത് 30യും എക്സിന്റെ വാല്യൂ 10. മൾട്ടിപ്ലൈ നമുക്ക് 300 കിട്ടി. പക്ഷെ ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഈ സിമ്പിൾ എന്തായിരിക്കും? സൈൻ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഈ വേരിയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റ ലൈൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് x1. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F1. ഇനി ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് ഫോഴ്സ് F2 ഡയറക്ഷൻ x2. ഇപ്പൊ തൊട്ട് വരുമ്പോൾ മൊത്തം ഇവിടെ തുടങ്ങി ഈ പോയിന്റ് തുടങ്ങിയിട്ട് ഈ അറ്റം വരെ വരുമ്പോൾ F3 ഫോഴ്സും x3 അതിന് ഡിസ്റ്റൻസും വരും. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതി കൊടുക്കാം. mu 0 is equal to ഫസ്റ്റത്തെ കേസ് F1 × x1 ഫസ്റ്റത്തെ കേസ്.
പ്ലസ് രണ്ടാമത്തെ കേസ് ഇത് F2 ഇൻറ്റു X2 പ്ലസ് മൂന്നാമത്തെ കേസ് F3 ഇൻറ്റു X3. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് μ0 എന്ന് പറയുന്നത് R ഇൻറ്റു എക്സ്. ഇപ്പൊ ആറിന് ഈ ടേം ചെയ്യുന്നതാണ് ആറാണ്. അതിൽ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F1 F2 F3 ആഡ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇന്നും കൂടി എഴുതാം R ഇൻറ്റു എക്സ് കൂടി എഴുതാം. ക്ലിയർ ആണോ? അത് ഇക്വേഷൻ വന്നത്? ക്ലിയർ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നേരത്തെ അവിടെ ചെയ്ത മെത്തേഡിൽ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ അവിടെ തന്നേക്കുന്നത്. യൂണിഫോം റോഡ് ലെങ്ത് 8 മീറ്റർ തന്നിട്ടുണ്ട്. റെസ്റ്റിംഗ് ഓൺ ദ സ്മൂത്ത് സർഫസ് 3 ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റോഡ്. ആ റോഡിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഫോഴ്സ് 5 കിലോമീറ്റർ, 8, 10. ഇവിടെ 2 മീറ്റർ, 5 മീറ്റർ, 7 മീറ്റർ. നേരത്തെ ചെയ്ത പോലെ ആദ്യം റിസൾട്ടന്റ് വെക്ടർ കാണാം. അപ്പൊ ഫോഴ്സുകളെല്ലാം ആഡ് ചെയ്തിട്ട് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടും. അതിനുശേഷം രണ്ടാമത്തെ കേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് MR കിട്ടും. പിന്നെ നമുക്ക് കാണാൻ പറയണമെന്നാണ് റിസൾട്ടന്റ് ഫോഴ്സും പൊസിഷനുമാണ്. അത് MR ഈക്വൽ ടു റിസൾട്ടന്റ് ഫോഴ്സ് ഇൻറ്റു ഡി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡി കാണാം. ഈ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഡി കാണാം. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാലോ അത്? അതിന്റെ റിസൾട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആറിന്റെ വാല്യൂ ഇത്ര കിട്ടും, MRന്റെ വാല്യൂ ഇത്രയും കിട്ടും, ഡി എന്ന് പറഞ്ഞത് കിട്ടും. ഈ ആൻസർ ക്ലിയർ ചെയ്യാൻ പറ്റുന്നു കിട്ടുന്നു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ സെയിം അതിൽ സെയിം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫോഴ്സ് 4, 6, 8 അതുപോലെ 1, 3 മീറ്റർ 5 മീറ്റർ വന്നിട്ടുണ്ട്. സെയിം കേസ് തന്നെയാണ് വരിക. ചേർത്തിൽ അപ്ലൈ ചെയ്യുക. ഇത് ആദ്യം റിസൾട്ടന്റ് ഫോഴ്സ് ആഡ് ചെയ്യുക കണ്ടെത്താം. പിന്നെ നമുക്ക് MR കണ്ടെത്താം. അതുപോലെ ഡിസ്റ്റൻസ് കണ്ടെത്താം. ഈ മൂന്നെണ്ണമാണ് കണ്ടത്. കാണാൻ പറയുന്ന റിസൾട്ടന്റും പൊസിഷനും മാത്രമേ ഉള്ളൂ. പക്ഷെ MR കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷനിൽ ഡിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. സാറിന് അയച്ചു കൊടുക്കുക, സാർ അയച്ചു തരും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ അതിലാ വരാം. ഫോഴ്സും അതിന്റെ ഡയറക്ഷനും കാണാം. റിസൾട്ടന്റ് ഫോഴ്സ് കാണാം, അതുപോലെ അതിന്റെ ഡയറക്ഷൻ കാണാം. ഇവിടെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്ന നോക്കിയേ, റിസൾട്ടന്റ് മൊമെന്റവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടി എന്നൊരു പൊസിഷൻ നിന്നിട്ട് റിസൾട്ടന്റ് മൊമെന്റം കാണാൻ പറഞ്ഞിട്ടുണ്ട്, റിസൾട്ടന്റ് ഫോഴ്സും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കാം. അപ്പൊ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻ വരുന്നു. ഇത് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം ഈ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. ഈ വാല്യൂസ് മാത്രം ചെയ്യുന്നുള്ളൂ, എയും ബിയും ഈ പോയിന്റ് വെച്ചിട്ട്. അപ്പൊ ഇതും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ടോപ്പിക് രണ്ടും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇത് തന്നിരിക്കുന്ന ഹോംവർക്ക് ചെയ്ത് നോക്കാം. അത് എനിക്ക് സെൻഡ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞു? ഫോർമുലയും 320 cos theta is equal to adjacent. ഇവിടെ തീറ്റ എടുക്കണം. cos theta is equal to adjacent side by hypotenuse. അത് 320 divided by 40. ഇത് ക്ലിയർ ആണ്. അതിന് ആംഗിൾ കണ്ടെത്തി. ഇത് ക്ലിയർ ആണ്. ഇവിടെ ആംഗിൾ എടുക്കുമ്പോൾ സോൾവ് ചെയ്യുന്ന കേസ് പറഞ്ഞത് ഫസ്റ്റ് ഫിഗർ എടുത്തിരിക്കുന്നത് എ എന്ന ഫിഗർ എടുത്തു. ആംഗിൾ താഴോട്ട് വരുമ്പോൾ ആംഗിൾ ഫോം ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. cos 30 കിട്ടിയ വാല്യൂ കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്
ഇവിടെ എടുത്ത് തെറ്റിയിരുന്നല്ലോ. അത് കോസല്ലല്ലേ വരും, ഇവിടെ സൈൻ അല്ലേ വരിക. വെർട്ടിക്കലി വരുമ്പോ വെർട്ടിക്കലി വരുമ്പോ കോസ് വരും. ഓക്കെ ഓക്കെ. ഇത് ക്ലിയർ ആണല്ലോ. എന്തേ ഇത് തെറ്റാൻ കാരണം? അല്ല തെറ്റ് അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ആംഗിൾ നോക്കിയിട്ടല്ല എടുത്തു, വെറുതെ ഹൊറിസോണ്ടൽ സൈൻ വെർട്ടിക്കലും പിന്നെ മാറത്തുള്ളൂ അല്ലേ? അങ്ങനെ എടുത്തു. അപ്പൊ ആംഗിളും കൂടി നോക്കിയിട്ട് എടുക്കണേ. ഞാൻ ഇന്നലെ വിട്ടുപോയി, ആംഗിളുടെ കേസ് പറയാൻ വിട്ടു. ഇതിലും അങ്ങനെ തന്നെ വരാം. ആൻസർ കറക്റ്റ് ആണ്. ഇതിൽ രണ്ട് ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് ടോപ്പിക്കിലും ഈ 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, മറ്റേ 2 ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഹോംവർക്ക് ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് അയക്കാം. കഴിഞ്ഞ ഭാഗങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അത്രയും ഭാഗം നമുക്ക് കവർ ചെയ്യാം. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് മൈൻഡിൽ നിൽക്കുള്ളൂ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വേയിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ മിസ് അയച്ചു തരുമോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലില്ല. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കയ്യിലില്ല. അത് ഓർമ്മയില്ല. ഞാൻ സാറോട് സെൻഡ് ചെയ്യാൻ പറയും ക്വസ്റ്റ്യൻ. ബാക്കി ഈ നോട്ട് ഞാൻ സെൻഡ് ചെയ്യാം. അതിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഈ 2 ടോപ്പിക്കും ക്ലിയർ അല്ലേ? നമ്മുടെ ഒരു മൊഡ്യൂൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഇതിലും എന്ന് പറഞ്ഞ പാരലൽ ലോ അത് പഠിക്കണം. അതിനൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്ത ഫ്രീ ബോഡി ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാം. പിന്നെ ഇന്ന് ചെയ്ത 2 മെത്തേഡ്, ഒന്ന് റെസൊല്യൂഷന്റെ കേസും പ്രൊജക്ഷന്റെ കേസും, ഒന്ന് ഇപ്പോഴത്തെ മൊമെന്റം ഓഫ്. അത് 3 കൂടി ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ വരാം. ഡയറക്ഷനും റിസൾട്ടന്റ് ഫോഴ്സും മൊമെന്റും കാണാനുള്ള ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ വേരിയൻസ് തിയറം ചോദിക്കാം. അതുപോലെ വേരിയൻസ് തിയറത്തിന്റെ തിയറം ചോദിച്ചിരുന്നത് ആ ഡെഫിനിഷനും ഇക്വേഷനും വരുന്ന ആ ഭാഗം 3 മാർക്കിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ പാരലലോഗ്രാമിന്റെ തിയറവും ഡെഫിനിഷനായിട്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ ട്രാൻസ്മിസിബിലിറ്റിയുടെ തിയറം അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 14 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഒന്ന് ഫ്രീ ബോഡി ഡയഗ്രാം വരാം. പിന്നെ ഈ വേരിയന്റ് തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാം. 2 ക്വസ്റ്റ്യൻ ആയി. പിന്നെ പാരലോഗ്രാമിന്റെ ഡെറിവേഷനും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വരാം. അപ്പൊ 3 ഈ മൊഡ്യൂൾസ് ഒരു മൊഡ്യൂൾ നമ്മുടെ കഴിഞ്ഞു. ആ മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ആവർത്തിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഈ ഒരു മൊഡ്യൂൾ ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത മൊഡ്യൂൾ എടുക്കാം. അപ്പൊ ഇന്ന് ലീവ് ചെയ്തോ.